പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ബ്രോക്ക് ലെസ്നറിൻ്റെ WWE തിരിച്ചുവരവിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു മോശപ്പെട്ട അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് അപ്രതീക്ഷിത നീക്കം നടത്തിക്കൊണ്ട് WWE വമ്പൻ മുന്നേറ്റം നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. ആദ്യമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ട്രിപ്പിൾ എച്ച് കൊണ്ടുവന്ന അപ്രതീക്ഷിത നീക്കത്തെ സംബന്ധിച്ചാണ്. വിൻസ് മിക്മാന് കീഴിൽ WWE പ്രവർത്തിക്കുന്ന സമയത്ത് WWE കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സ് മറ്റ് കമ്പനികളിൽ പോയി വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്നാൽ ട്രിപ്പിൾ എച്ച് ഹെഡ് ഓഫ് ദി ക്രിയേറ്റീവ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ആ ഒരു റോളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം WWE സൂപ്പർ സ്റ്റാറായ ഷെയ്ന ബേസ്ലർ അമേരിക്കയിലുള്ള GCW എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിയുടെ ജോഷ് ബെർണേറ്റ് ബ്ലഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഏപ്രിൽ 4-ാം തീയതി, അതായത് റെസൽമേനിയ വീക്കെൻഡിൽ നടക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് ഷോയിൽ പോയി മത്സരിക്കുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. GCW എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് തന്നെ ഇത് അവരുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പോലെ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ന ബേസ്ലർ എന്തുകൊണ്ട് ആ ഒരു കമ്പനിയിൽ പോയി പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, റെസൽമേനിയ കാർഡിൽ അവസരം കിട്ടാത്ത ഇത്തരത്തിലുള്ള റെസ്ലേഴ്സിന് മറ്റ് കമ്പനികളിൽ പോയി പ്രവർത്തിക്കാനുള്ള അവരുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുകയാണ് ട്രിപ്പിൾ എച്ച് ചെയ്യുന്നത്. അതിലൂടെ റെസൽമേനിയയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള അവരുടെ വിഷമം മാറിക്കിട്ടും WWE ആ ഒരു റെസ്ലിംഗ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. ജോഷ് ബെർണറ്റ് എന്ന് പറയുന്നത് മുൻ MMA ഫൈറ്ററാണ്. അദ്ദേഹം GCW എന്ന് പറയുന്ന കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഷോയാണ്. അപ്പോൾ അതിലേക്ക് ഷെയ്ന ബേസ്ലറെ വിട്ടുകൊടുക്കുന്നതിലൂടെ WWE പ്രത്യേകിച്ച് നഷ്ടമില്ല. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ട്രിപ്പിൾ എച്ച് ഈ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുന്നത്. ഒരു ഫോർബിഡൻ ഡോർ ആണ് നിലവിൽ ട്രിപ്പിൾ എച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. 2 ദിവസം മുൻപത്തെ അപ്ഡേറ്റിൽ ബ്രോക്ക് ലെസ്നറിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീം അവരുടെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചത്. അത് ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചതാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമർ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ നിലവിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വിൻസ് മിക്മാനെതിരെ വന്ന ലൈംഗികപരമായിട്ടുള്ള ആരോപണങ്ങളിൽ ബ്രോക്കിൻ്റെ പേര് ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്തത് ആ ഒരു സമയത്ത് ബ്രോക്കിന് നേരിടേണ്ടി വന്ന ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്ക് സ്റ്റേജിൽ മാറിയിട്ടില്ല എന്നുള്ളതും ബ്രോക്കിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ പോസിറ്റീവായിട്ട് യാതൊരുവിധ ഡിസ്കഷനും നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിനെ തിരികെ റോസ്റ്റർ പേജിലേക്കൊക്കെ ആഡ് ചെയ്തു എന്നുള്ളത് സന്തോഷിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെങ്കിലും തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ പോസിറ്റീവ് ന്യൂസും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ബ്രോക്ക് കോഡിക്കെതിരെ സമ്മർ സ്ലാമിൽ കളിച്ച മത്സരം അദ്ദേഹത്തിൻ്റെ WWE കരിയറിലെ അവസാന റെസ്ലിംഗ് മത്സരം ആയിരിക്കാനും ഇപ്പോൾ സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ബ്രോക്കിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.